ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും നമ്മളോട് നമ്മുടെ സെർവറിൽ കയറിയിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സെർവറിൽ കളിക്കേണ്ടത് എന്നുള്ള ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സെർവറിൽ എങ്ങനെയാണ് റിച്ച് ആവാമെന്നും ടോപ്പ് ആവാമെന്നും പിന്നെ എന്താണ് ഫുള്ള് സംഭവം എന്ന് നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഇവിടെ ആയിട്ടാണ് സ്പോൺ ആവുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു NPC ഉണ്ട്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് RTP അടിക്കാനും, ലൈക്ക് നമ്മളെ സാധാ വേൾഡിക്കും പിന്നെ എൻഡിക്ക് പോകാനും നെതർക്ക് പോകുമ്പോൾ 5,000 റുപ്പീസ് എന്തോ ചാർജ് ചെയ്യുന്നുണ്ട്. ആ ഒറ്റവട്ട ചാർജ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് നെതർ ഫ്രീ ആണ്, അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. ആൻഡ് ഇവിടെ അടുത്തൊരു NPC ഉണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഹെൽപ്പ് കമാൻഡ്സ് മൊത്തം തരുന്നതാണ്. ലൈക്ക് നമുക്ക് RTP അടിക്കാനുള്ളതും ഒക്കെ നമ്മളെ ഹെൽപ്പ് കമാൻഡ്സ്, എല്ലാ കമാൻഡ്സും നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ഈ ടെലിപ്പോർട്ടറിൽ ഒരു ജസ്റ്റ് നെതർ പോർട്ടൽ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇതിക്ക് ജസ്റ്റ് നമ്മൾ കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലൈക്ക് അവിടെ നമ്മൾ NPCയിൽ കണ്ട പോലെ തന്നെ 3 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അതിൽ എൻഡ്, നെതർ, വേൾഡ് RTP ഉണ്ടാവും. അതിൽ ജസ്റ്റ് വേൾഡ് RTP എന്ന് നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. നമ്മൾ RTP അടിച്ചപ്പോൾ നമ്മൾ റാങ്ക് TP ആണ് മെയിൻലി. നമ്മൾ എല്ലാ സ്ഥലത്തും, അതായത് നമ്മുടെ സെർവറിൽ എല്ലായിടത്തും സ്പോൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലൈക്ക് എവിടെ സ്പോൺ ആണെന്ന് ഒരു വില്ലേജിലാണ്. ഈ വേൾഡ് എന്ന് പറയുന്നത് ഫുള്ളായിട്ടും മോസ്റ്റ്ലി എല്ലാതും കസ്റ്റം വേൾഡ് ആണ്. അപ്പോൾ നിങ്ങൾ സ്പോൺ ആവുന്ന നേരത്തെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെനു കാര്യങ്ങൾ കിട്ടും. അതായത് സർവൈവൽ മെനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെതർ സ്റ്റാർ നിങ്ങൾക്ക് സർവൈവൽ മെനു നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മെയിൻലി നമ്മൾ ഇവിടെ നമുക്ക് സൈഡിൽ കാണാനായിട്ട് കഴിയും ബാലൻസ്, പിന്നെ ബാങ്ക് എന്നൊക്കെ. അപ്പൊ ലൈക്ക് ഈ സെർവറിൽ ഏറ്റവും കൂടുതൽ, അതായത് ഡയമണ്ടിന് അത്ര വാല്യൂ ഇല്ല, ഏറ്റവും കൂടുതൽ വാല്യൂ, അതായത് റിയൽ ലൈഫ് പോലെ തന്നെ കാഷിനാണ് നമ്മളെ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ സർവൈവൽ മെനു ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതിൽ ജോബ്സ് എടുക്കാനായിട്ട് കഴിയും. സർവൈവൽ മെനു എടുത്തിട്ട് ഇവിടെ അടിയിൽ നമ്മുടെ ഈ ഒരു പിക്കാക്സിന്റെ, ഗോൾഡൻ പിക്കാക്സിന്റെ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ ജോബ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പൊ ഇതിൽ കുറെ ജോബ്സ് ഉണ്ട്. മൈനിങ്, വുഡ് കട്ടിങ്, ബിൽഡർ, അങ്ങനത്തെ കുറെ ജോബ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ മൈനിങ് എടുക്കാനേ പറയത്തുള്ളൂ. കാരണം മൈനിങ് എടുക്കുകയാണെങ്കിൽ കിടക്കും പോലെ പെട്ടെന്ന് തന്നെ ഗ്രൈൻഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാം. അപ്പോൾ ഈ മൈനിങ് എന്നുള്ളത് വെക്കിയിട്ട് ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് കൺഫേം വെക്കാം. ഞാനിപ്പോൾ ഓൾറെഡി അത് എടുത്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ അങ്ങനെ പറ്റുന്നില്ല. മാക്സിമം 3 ജോബ്സ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് മൈനിങ്ങൾക്ക് TP അടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സർവൈവൽ മെനു എടുത്തതിന് ശേഷം അടിയിൽ ഫാസ്റ്റ് ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കുമ്പോൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് കാണാനായിട്ട് കഴിയും. സ്കിൽസ്, ബാങ്ക്, ഇതൊക്കെ നമ്മുടെ സ്പോണിൽ ഓരോ NPC ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ മൈനിങ് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ മൈനിങ് അടിച്ചാൽ ഫസ്റ്റ് TP ആയിട്ട് നേരെ നമ്മൾ മൈനിങ്ങിന്റെ എടുത്തിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തൊരു NPC ഉണ്ട്. ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ പിക്കാക്സിന്റെ ഒരു ലോഗോ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈനിങ്ങിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നമ്മളെ മൈനിന്റെ എൻട്രൻസ് ഇതേപോലെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഒരു 3 NPC നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ മെയിൻലി നിങ്ങൾ ഫസ്റ്റ് തന്നെ ക്യാഷ് ഗ്രൈൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫോർച്യൂൺ 3 ഒക്കെ സെറ്റ് ആക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടുക്കം പോലെ റിച്ച് ആവാം. ലൈക്ക് ഇവനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മളെ മൈൻ ലെവൽ 1 ആണ്. മൈൻ ലെവൽ 1ൽ നിങ്ങൾക്ക് കോള്, ഗോൾഡ്, അയൺ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇത് അപ്ഗ്രേഡ് ചെയ്യാം. ഇവിടെ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് ലെവലിൽ നമുക്ക് വരാനായിട്ട് പോകുന്നത് ലാപ്പിസും റെഡ് സ്റ്റോണുമാണ്. അപ്പോൾ ഇതും ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ട് മൂന്നാമത്തേന് നമ്മൾ ഡയമണ്ട്സ് ഓൺലി ജസ്റ്റ് അതുകൂടി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്യാഷും കാര്യങ്ങളും ഫസ്റ്റ് സ്റ്റേജ് ക്യാഷ് ഗ്രൈൻഡ് ചെയ്യാൻ അങ്ങനെ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഫസ്റ്റ് നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എലിവേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് അടിയിക്കും കാര്യങ്ങളും പോവാം. ഷിഫ്റ്റ് അമർത്തി പിടിച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിൽ, അതായത് നമ്മൾ പറഞ്ഞ റെഡ് സ്റ്റോണ്, ലാപ്പീസ് ഉള്ള ഫ്ലോറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇവിടുന്ന് ഷിഫ്റ്റ് അടിച്ചാൽ നമ്മൾ അടുത്ത ഫ്ലോർ ആയിട്ടുള്ള നമ്മുടെ എമറാൾഡ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഓരോ മൂവ്സ് ഉണ്ടാവും. ലൈക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളത് ടൈമാണ്, പിന്നെ ഒരു സ്കെൽട്ടൻസും ഉണ്ട്. ഓക്കെ, ഇവരെ ആയിരിക്കും നമ്മളെ എന്ത് ചെയ്യാം, ഫൈറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവരെ ഫൈറ്റിന്റെ ഇടയ്ക്ക് വേണം നമ്മൾ മൈൻഡ് ചെയ്യാൻ. അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടായിട്ട് പോവാം. അപ്പോൾ ഇവിടെ കുറെ സ്കിൽസ് ഉണ്ട്. അപ്പൊ ഇനി അടുത്ത ലെവലിൽ പോവാം. അടുത്ത ലെവലാണ് ഞാൻ പറയുന്നത് ഈസി ലെവൽ മേ ബി ഇതായിരിക്കും. കാരണം ഇത്രയും ഡയമണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ മൈനറിന്റെ ജോബ് എടുത്തതിന് ശേഷം ഇങ്ങോട്ട് വന്ന് ഇപ്പോ കുറച്ച് നേരം കൊണ്ട് തന്നെ മൈൻ ചെയ്താൽ കുറെ എന്ന് പറയുകയാണെങ്കിൽ കുറെ ഡയമണ്ട് കിട്ടും. ഇവിടെ കുറെ ആൾക്കാർ സർവറിൽ കയറിയിട്ട് ഇത് നമുക്ക് കാണാതെ എക്സർ ഇട്ട് കളിക്കുന്നുണ്ട്. എക്സ്റേ അലൗഡ് ആണ്, ബട്ട് അവർക്ക് ഇത് അറിയാത്തോണ്ടാ തോന്നുന്നുണ്ട്
ഇവരിത് യൂസ് ആക്കുന്നില്ല. അവിടെ കണ്ടോ ഇൻഫിനിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇത് വീണ്ടും റീസ്പോൺ ആവും. അപ്പൊ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡയമണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും റീസ്പോൺ ആവും, വീണ്ടും പൊട്ടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഡയമണ്ട് കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജോബ് ഉണ്ടെങ്കിൽ ജോബൊന്നും ക്യാഷ് കിട്ടും. ഇപ്പോ ജോബൊന്നും ക്യാഷ് കിട്ടാം. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ മെനു എടുത്തതിന് ശേഷം ഇവിടെ ഒരു പെയിന്റിന്റെ ഓപ്ഷൻ ഉണ്ട്. ആ പെയിന്റിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടും. ഇപ്പൊ ഏകദേശം കുറച്ച് നേരം ഞാൻ ഇപ്പൊ വന്നിട്ട് 2 സംസാരിച്ചുള്ളൂ, അപ്പൊ തന്നെ 700 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്ര പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നുള്ളൂ. പിന്നെ കുറെ സ്പോണേഴ്സ് അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ലൈക്ക് ക്യാഷ് ഉണ്ടാക്കാൻ ഇതിന് ഈസിയാണ്. ഫസ്റ്റ് നമ്മളൊരു ബേസ് കണ്ടുപിടിച്ചാൽ പിന്നെ ഒക്കെ ഈസിയാണ്. പിന്നെ ഇവിടെ ഓപ്ഷൻ ഹൗസ് അങ്ങനത്തെ കുറെ സംഭവമുണ്ട്. അതായത് ആൾക്കാർ ഓപ്ഷനിൽ ഇടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് അവർ പറയുന്ന പ്രൈസിന് മേടിക്കാണ്ട് കഴിയും. ലൈക്ക് ഇവിടെ ആർമേഴ്സ് ഉണ്ട്, ഇപ്പൊ ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയതായിരിക്കും മേ ബി. പിന്നെ നിങ്ങൾക്ക് എൻട്രി ചെസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇവിടെ തന്നെ ഏബിൾ ചെയ്യാൻ പറ്റും. എൻട്രി ചെസ്റ്റ് നമ്മളെ സെൽ മെനുവിൽ നിന്ന് ഏബിൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഷോപ്പ് ഉണ്ട്. ഷോപ്പിൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും, അധികം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. അതായത് ഫുഡിന് ഫുഡ്, ബ്ലോക്സിന് ബ്ലോക്സ്, പിന്നെ നമ്മുടെ സാധാ എലൈറ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം കിട്ടും. പിന്നെ എൻചാൻമെന്റ് ബുക്സ്, സ്പോണേഴ്സ്, ഈ സ്പോണേഴ്സ് എടുത്തിട്ട് ആയങ്കോളം സ്പോണറൊക്കെ വെച്ചിട്ട് കുറെ ആൾക്കാർ റിച്ച് ആവുന്നുണ്ട്. അതേപോലെ എല്ലാവർക്കും ആവാം. അപ്പോൾ കസ്റ്റം എൻചാൻമെന്റ്സിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 3 ബുക്സ് കാണിച്ചു തരാം. അതേപോലെ കുറെ ബുക്സ് നിങ്ങൾക്ക് ലൈക്ക് കളിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്താൽ കിട്ടും. സിമ്പിൾ ആണ് കിട്ടാണ്ട്. അപ്പൊ ജസ്റ്റ് സർവൈവൽ മെനു എടുത്തിട്ട് അതിൽ നമ്മുടെ എൻചാൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് 3 ബുക്സ് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇതിൽ കോമൺ, എക്സോട്ടിക്, പിന്നെ ലെജൻഡറി എന്ന് പറഞ്ഞിട്ട് 3 ഇതുണ്ട്, ബുക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് 20 XP ആയാലാണ് കിട്ടുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് 45 XP ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് 40 XP ആയാലാണ് കിട്ടുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെജൻഡറി ആണ്. അത് നമുക്ക് 80 ലെവൽസ് ആയാലാണ് കിട്ടുന്നത്. അതിന് കിട്ടിക്കം പോലത്തെ OP കസ്റ്റം എൻചാൻമെന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോ അതിന്റെ സൈഡിലായിട്ട് 2 ഫിക്സിൻ ഡസ്റ്റും പിന്നെ ഏഞ്ചൽ ഡസ്റ്റും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫിക്സിൻ ഡസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ട്രോയർ റേറ്റ് കുറക്കും. ലൈക്ക് നമ്മുടെ ആർമർ ആണ്, ടൂൾസ് ആണെങ്കിലും നമ്മൾ അതിൽ കസ്റ്റം എൻചാൻമെന്റ്സ് ഇട്ടാൽ അതിന്റെ ഡിസ്ട്രോയർ റേറ്റ് കുറക്കും. അപ്പൊ നെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഏഞ്ചൽ ഡസ്റ്റ് ആണ്. ഏഞ്ചൽ ഡസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സക്സസ് റേറ്റ് കൂട്ടും. അതായത് നമ്മുടെ കസ്റ്റം എൻചാൻമെന്റ്സിന്റെ സക്സസ് റേറ്റ് കൂട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് സർവൈവൽ മെയിൻ എടുത്തതിന് ശേഷം എൻചാൻഡർ ഓപ്ഷനിൽ പോയിട്ട് ഞാൻ 2 ഡസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അതായത് ഏഞ്ചൽ ഡസ്റ്റും ഫിക്സിൻ ഡസ്റ്റും. അപ്പൊ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, സ്നെയർ 3 ബുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സക്സസ് റേറ്റും ഡിസ്ട്രോയ് റേറ്റ് ഒക്കെ സെറ്റ് ആയിട്ട് നമ്മുടെ ബുക്ക് OP ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോ നമ്മളെങ്ങനെ TP എന്ന് വെച്ചാൽ ലൈക്ക് നമ്മുടെ ഈ സർവൈവൽ മെനു എടുക്കാം. സർവൈവൽ മെനു എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു നെയിം ടാഗ് കാണാനായിട്ട് കഴിയും. അപ്പൊ നെയിം ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഹോം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കും പോവാം. ലൈക്ക് നമ്മൾ ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ബേസ് ആക്കാൻ ഉദ്ദേശിച്ച സ്ഥലം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വെച്ചതിന് ശേഷം /set home അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹോം സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, /set home എന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സർവൈവൽ മെനു എടുത്തിട്ട് ഇവിടെ ഹോമിന്റെ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ഞാൻ സെറ്റ് ചെയ്ത എല്ലാ ഹോംസും ഇവിടെ കാണാൻ കഴിയും. ഇപ്പൊ ഇതിന്റെ ഐലൻഡ്, ഇത് അയൺ ഫാം, ഓക്കെ, അങ്ങനത്തെ കുറെ സാധനം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് പിന്നെ നിങ്ങൾക്ക് സാധാരണ പോലെ /TPA ഹിയർ എല്ലാതും അറിയുന്നുണ്ടാവും. അപ്പോൾ TP എന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അതായത് ഇപ്പോൾ ടൈപ്പ് ചെയ്യണ എനിക്ക് വേറെ ആടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ /TPA എന്ന് അടിക്കണം. ലൈക്ക് /TPA എന്ന് അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, അവരുടെ അടുത്ത് പോകാനായിട്ട് കഴിയും. ആൻഡ് /TPA ഹിയർ എന്നാണ് അടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഇങ്ങോട്ട് വിളിക്കാം. /TPA ഹിയർ എന്നാണ് അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, പിന്നെ ട്രസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മളൊരു സ്ഥലം ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ VCയിൽ വന്നാൽ മതി. VCയിൽ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ VCന്ന് ക്ലെയിം ചെയ്ത് തരാം. ആൻഡ് ക്ലെയിം ചെയ്ത വേറെ ആൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ /trust അതൊക്കെ അറിയുന്നുണ്ടാവും എന്ന് കരുതുന്നു. /trust അടിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കാണ് ട്രസ്റ്റ് കൊടുക്കേണ്ടത് അത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആണ്. ഇനി ജസ്റ്റ് എങ്ങനെ, അതായത് ഇപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ അല്ല നിൽക്കേണ്ടത്, നമ്മൾ ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ നെതറിലേക്കും അതായത് എൻഡിലേക്കും നെതറിലേക്കും എങ്ങനെ പോകാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ കയറി നിൽക്കുക. അതായത് നെതറിൽ കയറുമ്പോൾ 5000 രൂപ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ പേ ചെയ്യണം. ഫസ്റ്റ് ഒരു 5000 അയച്ചാൽ മതി. എല്ലാവർക്കും സംശയമാണ് പിന്നെ പോകുമ്പോഴൊക്കെ 5000 അയക്കണ്ടേ. അങ്ങനെ വേണ്ട, ഒറ്റവട്ടം 5000 അയച്ചാൽ പിന്നെ നമ്മൾ ലൈഫ് ടൈം എപ്പോഴും നമുക്ക് പോവാം. ഇതും നമ്മുടെ സാധാ ഓവർവേൾഡ് പോലെ തന്നെ
നമ്മുടെ നെതറും എൻഡും മൊത്തത്തിൽ നമ്മൾ കസ്റ്റം വേൾഡ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എൻഡ് ആണ്. ഓക്കെ, എൻഡ് പോവാനായിട്ടും ജസ്റ്റ് നിങ്ങൾ എത്ര 15 15,000 കൊടുത്താൽ മതി. അപ്പം നമുക്ക് എൻഡിലേക്ക് പോവാം. അപ്പോൾ എൻഡിൽ പോയാൽ ഏകദേശം ഇതേപോലെ ട്രൈങ് ഓപ്ഷനൊക്കെ ഇവിടെ വന്ന് മൈൻ ചെയ്ത് അവിടെ കണ്ടോ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടുന്നൊക്കെ മൈൻ ചെയ്യുകയാണെങ്കിൽ കുറേ ക്യാഷ് ഇവിടുന്ന് കിട്ടും. ആൻഡ് ഇവരുടെ എൻസിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ എൻഡിൽ മെയിൻലി കുറേ ബയോംസ് ഉണ്ട്. അതായത് നല്ല രസമുള്ള കുറേ ബയോംസ് ഉണ്ട്. ഇതേപോലെ ആയിരിക്കും നമ്മളെ ഒരു എൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈനിൽ കസ്റ്റമറുടെ ആയതുകൊണ്ട് തന്നെ ഗൈസ് അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവും. പൊളിയാണ് ഗൈസ്. ഈ എലൈട്രിയും ഞാൻ ഇവിടുന്ന് എടുക്കുന്ന ഇപ്പോഴത്തെ എലൈട്രിയും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗൈസ് ഒരു ഷൾക്കർ ബോക്സ് മൊത്തം നമ്മൾ എലൈറ്ററും കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് വന്നിട്ട് നമുക്ക് മെസ്സേജ് ഇടുന്ന ഒരു 20 ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എലൈറ്ററും കാര്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയ എലൈറ്ററെ നമ്മൾ അങ്ങനെ യൂസ് ആക്കുന്നതാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോപ്പിൽ നിന്ന് എങ്ങനെ സാധനങ്ങൾ മേടിക്കുക, അതായത് ഫുഡും ബ്ലോക്കും ഒക്കെ എങ്ങനെ മേടിക്കുക എന്നുള്ള ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ അതായത് സർവൈവൽ മെനു എടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഷോപ്പ്, ഓക്കെ, ഡയമണ്ട് ബ്ലോക്ക് ആണ്, അല്ല ഡയമണ്ട് ഇങ്കട്ടാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഇപ്പോൾ ഫുഡ് മേടിക്കണം. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാക്ക്, അതായത് ഇപ്പോൾ 10 മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് കാണിട്ട് വരും. 85 റുപ്പീസാണ്. ഇപ്പോൾ 1 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ +1, 10 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ +10, പിന്നെ സെറ്റ് ടു 64 ആക്കിയാൽ ഒരു സ്റ്റാക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റീസിൽ, അതായത് ഒരു 10 സ്റ്റാക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ല 9 സ്റ്റാക്കോ 8 സ്റ്റാക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൈസ് കാണിക്കാനായിട്ട് വരും. ഇപ്പോൾ ഒരു സ്റ്റാക്കിനെ എടുത്തപ്പോൾ എൻ്റെ ഇൻവേർട്ടറിലേക്ക് ജസ്റ്റ് ഒരു സ്റ്റാക്ക് നമ്മുടെ സ്റ്റീക്കും കാര്യങ്ങളും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളും മേടിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇനി അടുത്തൊരു ജോബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അടുത്തതായിട്ട് ഫാമിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫാമിങ്ങിൻ്റെ ജോബ് സാധാരണ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ജോബ്സ് മെനു പോവാം. ആൻഡ് ഇവിടെ ജസ്റ്റ് ഫാമർ ഉണ്ട്. അപ്പോൾ ഫാമറിന്റെ ജോബ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. ആൻഡ് ഗൈസ് നിങ്ങൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഫാമിംഗ് ഏരിയക്ക് ടെലിപ്പോർട്ടായി ഗൈസ് കിടക്കും പോലത്തെ ഒരു സ്ഥലമാണ്. ഫാസ്റ്റ് ട്രാവൽ കൊടുത്തതിന് ശേഷം നമ്മുടെ ഫാം, അതായത് ഒരു ഹെയ്ബേലിന്റെ ഓപ്ഷൻ ആയിരിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ അതായത് ഫാമിംഗ് ഏരിയയിലേക്ക് എത്തും. ആൻഡ് ജസ്റ്റ് ഗൈസ് ഇവിടെ നിങ്ങൾക്ക് അതായത് വാട്ടർ മെലൺസ്, പിന്നെ നമ്മുടെ വീറ്റ്, അവിടെ പൊട്ടാറ്റോസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ വിറ്റിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പൊ ഗൈസ് ഇതിൽ നമ്മളെ ഈ സെർവറിൽ കീപ്പ് ഇൻവെന്ററും കാര്യങ്ങളൊക്കെ ഓണാണ്. അപ്പൊ ചത്താൽ സാധനം പോകുന്നുള്ള പേരൊന്നും വേണ്ട. പിന്നെ ഗൈസ് നമ്മളെ ഈ ബാലൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഗൈസ് നമ്മളെ ഈ ഒരു ബാലൻസിൽ നിങ്ങൾ എപ്പോഴും പൈസ വെക്കാതിരിക്കുക. കാരണം നമ്മൾ ചാവാൻ നേരത്ത്, അതായത് ഇപ്പോൾ ഒരു 100K നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. 100K ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 30% ആണ് പോവുക. അതായത് നമ്മളൊരു ചാവുന്ന സമയത്ത് 30% ക്യാഷ് നമ്മളിൽ നിന്ന് പോകും. ഇപ്പോൾ 100K ഉണ്ടെങ്കിൽ നമ്മുടെ 30,000 വെറുതെ അങ്ങനെ നമ്മളുടെ അടുത്ത് ലോസ്. അപ്പം മാക്സിമം ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളെ ഫാസ്റ്റ് ട്രാവൽ എടുത്താൽ ഇവിടെ ബാങ്ക് കാണാനായിട്ട് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ /ബാങ്ക് അടിച്ചാലും നമുക്ക് ബാങ്കിൽ എത്താം. /ബാങ്ക് അടിച്ചാലും നിങ്ങൾക്ക് ബാങ്ക് എത്താം. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ബാങ്കിൽ ഇങ്ങനെ 3 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക: വിഡ്രോ, ഡെപ്പോസിറ്റ്, ബാലൻസ് നമ്മുടെ ബാലൻസ് തന്നെ നോക്കാം. പിന്നെ ഡെപ്പോസിറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാതാണ്. ഇപ്പൊ ഇവിടെ 1000 വെച്ചിട്ടാണ്. നമ്മളെ മറ്റു കോഡാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അടിച്ചിട്ട് കോഡാണ് ഡെപ്പോസിറ്റ് മണി എന്നുള്ളതിൽ ഡെപ്പോസിറ്റ് ആൾ യുവർ മണി എന്ന് അടിച്ചാൽ നമ്മൾ എല്ലാ ക്യാഷും നമ്മുടെ ബാങ്കിലേക്ക് പോകും. അത് തിരിച്ചെടുക്കാനായിട്ട് നിങ്ങൾ വീണ്ടും അതേപോലെ തന്നെ /ബാങ്ക് എന്ന് അടിച്ചിട്ട് നമ്മുടെ വിഡ്രോ ഓപ്ഷനിൽ പോയിട്ട് എത്ര ക്യാഷ് ആണ് നിങ്ങൾ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പകുതി പൈസയാണോ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് വിഡ്രോ ഹാഫ് യുവർ മണി, അല്ല ഫുള്ള് പൈസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിഡ്രോ ആൾ യുവർ മണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്യാഷും കിട്ടുന്നതാണ് നിങ്ങളുടെ ബാലൻസിൽ. അപ്പം മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ബാങ്കിൽ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് മാത്രമല്ല ഗെയിം, അതായത് നിങ്ങൾ റീസെർച്ച് ചെയ്യാണ്. ഇപ്പൊ വേറെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്, അത് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ച് അത് സെല് ചെയ്തിട്ട് അതിന്റെ പ്രോഫിറ്റ്, അതായത് അതിന് ഇത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഫാംസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുറെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻലി നമ്മൾ ഇത്ര പറഞ്ഞതല്ല ഒരിക്കലും ഈ ഗെയിം. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് റിസർച്ച് ചെയ്യുക, ഓരോ സംഭവങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അങ്ങനെ റിച്ച് ആവാനായിട്ട് നോക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ലൈക്ക് ചെയ്യാനും, പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള നമ്മുടെ ലീജിയൻ MC, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലീജിയൻ MC എന്നുള്ള ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞതിൽ അല്ലാതെ ഇനി വേറെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കോഡിൽ നമ്മുടെ സപ്പോർട്ട് ചോദിച്ചാൽ മതി. നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പം ഇതിലും അടിപൊളിയായിട്ടൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.